അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈനാ വഹദാനാ ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി അർശദനാ ഇലാ സുബ്ലിസ് സലാം വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ ആഖിരിൽ അയ്യാം. അമ്മാ ബഅദ്. അൽ വഹദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ്, അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദി. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധനം എന്നതിനർത്ഥം ഇന്ത്യയിൽ എങ്ങനെയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇസ്ലാമിലേക്ക് എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നാണ് പാഠത്ത് പ്രധാനമായും പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഇസ്ലാം പ്രബോധനം ചെയ്ത മഹാന്മാരെയും സുഫിയാക്കളെയും പണ്ഡിതന്മാരെയും ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഒരു ഇന്ത്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭരണ ഇഞ്ച് ഹദിയായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം സ്വഹാബികൾക്ക് നൽകി. ഒരു കഷ്ണം എനിക്കും തന്നു, ഒരു കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിച്ചു. ഹാക്കിം 719 ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ രാജാവ് കേരളീയനാണെന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. കേരളവും അറേബ്യയും തമ്മിൽ പണ്ട് മുതലേ കച്ചവട ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാജാവിന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയതായും പറയപ്പെടുന്നു. മലബാർ ഭരിച്ചൊരു രാജാവ് ഇസ്ലാം സ്വീകരിച്ച് അറേബ്യയിലേക്ക് പോയതായി കേരള ചരിത്രകാരന്മാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ രാജാവ് ചേരമാൻ പെരുമാളാണെന്ന് വാമൊഴിയായി കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിലെത്തിയെന്നും അതിന് ഭാഗ്യം ലഭിച്ച ദേശം കേരളമാണെന്നും മനസ്സിലാക്കാം. കച്ചവടക്കാരിലൂടെയും പ്രബോധനം ലക്ഷ്യം വെച്ച് ഇവിടെ എത്തിയ സ്വഹാബിമാര്, താബിഈകൾ, പണ്ഡിതന്മാർ, സൂഫികൾ, സാദാത്തുക്കൾ എന്നിവരിലൂടെയും ഭരണാധികാരികളിലൂടെയും ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചു. ഇന്ത്യൻ മതങ്ങളിലെ ജീർണതകളും ജാതീയതയും ഉച്ചനീചത്വങ്ങളും ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഏക ദൈവവിശ്വാസം, സാഹോദര്യം, സമത്വം, എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ ഉദാത്തമായ ആശയങ്ങളും ഇസ്ലാമിക പ്രചരണത്തെ ത്വരിതപ്പെടുത്തി. ഇന്ത്യയിൽ ഇസ്ലാമിക സേവനത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ചില മഹാരഥന്മാർ നമുക്ക് പരിചയപ്പെടാം. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ തങ്ങൾ ആത്മീയ ലോകത്തെ ചക്രവർത്തിയാണ്. അതിനാൽ സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇറാനിലെ തജിസ്ഥാനിൽ കർഷകനും വലിയ ഭക്തനുമായിരുന്ന ഇയാസുദ്ദീനിന്റെയും മഹ്നൂറിന്റെയും മകനായി മഹാൻ ജനിച്ചു. ഖുറാസാനിലെത്തിയ ഇയാസുദ്ദീൻ കുടുംബസമേതം അവിടെ താമസിച്ചു. പിതാവിൽ നിന്ന് പ്രാഥമിക നേടിയ അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരണപ്പെട്ടു. താർത്താരികൾ കൊടിയാക്രമം. എന്താണ് താർത്താരികൾ എന്ന് പറഞ്ഞാൽ? മധ്യകാലഘട്ടത്തിൽ മംഗോൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായാണ് അവർ ലോക ശ്രദ്ധ നേടിയത്. ചെങ്കീസ് ഖാന്റെ സൈന്യത്തിലെ പ്രധാന ഭാഗമായിരുന്നു ഇവർ. യൂറോപ്യന്മാരും പേർഷ്യക്കാരും മംഗോൾ സൈന്യത്തെ പൊതുവായി താർത്താരികൾ എന്ന് വിളിച്ചിരുന്നു. ഇതാണ് താർത്താരികൾ എന്ന് പറയപ്പെടുന്നത്. താർത്താരികളുടെ കൊടിയാക്രമണം നടക്കുന്ന അക്കാലത്ത് മനസ്സുരുകി മുഈനുദ്ദീൻ പല നാടുകളും ചുറ്റി സഞ്ചരിച്ച് ബഗ്ദാദിലെത്തി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു. ഹിജ്റ 561 അത്. ആദ്യം ഡൽഹി എത്തിയ അദ്ദേഹം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചു. പിന്നീട് അജ്മീറിലേക്ക് പോയി. അന്നവിടെ ഭരിച്ചിരുന്നത് പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. രാജാവിന്റെ എതിർപ്പുകളെ ആത്മീയ ശക്തിയും കറാമത്തും കൊണ്ട് അദ്ദേഹം അതിജയിച്ചു. ഇതിനിടെ മുഹമ്മദ് ഗൗരിയുമായുണ്ടായ യുദ്ധത്തിൽ പൃഥ്വിരാജ് കൊല്ലപ്പെട്ടു. അതോടെ ജനങ്ങൾ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി. ആയിരങ്ങൾ ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം ആശ്ലേഷിച്ചു. ഹിജ്റ 677 ചിശ്തി റളിയല്ലാഹു അൻഹു വഫാത്തായി. താൻ പ്രചരിപ്പിച്ച ചിശ്തി തരീഖത്തിന്റെ ഖിലാഫത്ത് മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കഅക്കി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ചിശ്തി ഗ്രാമത്തിലുള്ള അബൂ ഇസ്ഹാഖ് ഷാമി റളിയല്ലാഹു അൻഹു ആയിരുന്നു ചിശ്തി തരീഖത്ത് രൂപപ്പെടുത്തിയത്. ഖുതുബുദ്ദീൻ ഇബ്നു കമാലുദ്ദീൻ കഅക്കി റളിയല്ലാഹു അൻഹു പ്രമുഖ വലിയാക്കളിൽപ്പെട്ട മഹാനാണ്. കഅക്കി റളിയല്ലാഹു അൻഹു തുർക്കിസ്ഥാനിലെ കിർഗിസ്ഥാൻ രാഷ്ട്രത്തിലെ ഔസ് നഗരത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ യതീമായി തീർന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബഗ്ദാദിലെത്തി.
18-ാം വയസ്സിൽ ഖാജ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായി. പിന്നീട് ഡൽഹിയിൽ അദ്ദേഹം ഖാജയുടെ ഖലീഫയായി പ്രവർത്തിച്ചു. അന്നത്തെ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷ് രാത്രികാലങ്ങളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു. ഭക്തനും ഭൗതിക വിദഗ്ധനുമായ അദ്ദേഹം സദാസമയം ഇബാദത്തിലും ശിഷ്യന്മാരുടെ തൃപ്തിയിലുമായി ജീവിച്ചു. ശിഷ്യന്മാരുടെ തർബിയത്തിലുമായി ജീവിച്ചു. പ്രാരാബ്ദങ്ങളുമായി തന്നെ സമീപിക്കുന്നവർക്ക് അദ്ദേഹം സ്വർണ്ണ കേക്കുകൾ നൽകാറുണ്ടായിരുന്നു. ഇതിനാലാണ് കാക്കി അഥവാ കേക്ക് ദാനം ചെയ്യുന്നവെന്ന പേര് വന്നത്. ഹിജറ 633 റബീഉൽ അവ്വൽ 14-ന് കാക്കി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഡൽഹിയിലെ മഹാനവറുകളുടെ മഖാം വലിയ തിരക്കുള്ള സന്ദർശന കേന്ദ്രമാണ്. ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു. ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയെ കേൾക്കാത്തവരുണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ട്രെയിനുകളുണ്ട്. അതിനാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മഹാനവറുകളുടെ നാമം രാപ്പകലില്ലാതെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിസ്തി ത്വരീഖത്തിലെ മശായിഖിൽ പ്രധാനിയാണ് നിസാമുദ്ദീൻ ഔലിയ. ഹിജറ 633-ൽ ഉത്തർപ്രദേശിലുള്ള ബദായൂൻ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാമഹന്മാർ ബുഖാറയിൽ നിന്ന് ഇന്ത്യയിലെത്തിയവരാണ്. മഹാനായ ബാബ ഫരീദിന്റെ ശിഷ്യനായ നിസാമുദ്ദീൻ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഖലീഫയായി. അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായി ആയിരങ്ങൾ ഭക്തിമാർഗത്തിലേക്ക് കടന്നു. 725-ൽ മഹാനവർ ഡൽഹിയിൽ വെച്ച് വഫാത്തായി. അദ്ദേഹത്തിന്റെ മഖാം ലോക പ്രശസ്ത സന്ദർശന കേന്ദ്രമാണ്. മഖാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം നിസാമുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്മായിൽ ലാഹൂരി റളിയല്ലാഹു അൻഹു. ബുഖാറയിൽ നിന്ന് ലാഹോറിലെത്തിയ ഹദീസ് പണ്ഡിതനായ ഇസ്മായിൽ ലാഹൂരി മുഖേന പഞ്ചാബിൽ ആയിരങ്ങൾ ഇസ്ലാം ആശ്ലേഷിച്ചു. ഹിജറ 395-ൽ ജനിച്ച മഹാൻ 448-ൽ വഫാത്തായി. അദ്ദേഹം നഖ്ശബന്ദി ത്വരീഖത്തിലെ ശൈഖായിരുന്നു. അലി ഇബ്നു ഹസൻ ശിഹാബുദ്ദീൻ ഹമദാനി റളിയല്ലാഹു അൻഹു. നബി കുടുംബാംഗമായ ഹമദാനി തങ്ങൾ ഹിജറ 710-ൽ ഭൂജാതനായി. ലോക സഞ്ചാരത്തിനിറങ്ങിയ അദ്ദേഹം വലിയ പണ്ഡിതന്മാരുമായി സന്ധിച്ച് വിദ്യ നേടി. പിന്നീട് സ്വദേശമായ ഖുറാസാനെത്തിയ ശേഷം കശ്മീരിലേക്ക് പോയി. കശ്മീരിലെ ജനങ്ങൾ മുഴുവൻ ഇസ്ലാം ആശ്ലേഷിച്ചത് മഹാനവറുകൾ മുഖേനയാണ്. ഹിജറ 786 വഫാത്തായ ഹമദാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പാകിസ്ഥാനിലാണുള്ളത്. ഒരു ദുആ നോക്കൂ. റബ്ബന ഗഫിർ ലനാ ലിഇഖ്വാനിന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വായിച്ച് മനസ്സിലാക്കുക. സുൽത്താൻ ഇൽത്തുമിഷ് ആരാണ്? ഇന്ത്യ ഭരിച്ച അടിമ വംശത്തിലെ സുൽത്താനാണ്. ബാബ ഫരീദ് ആരാണ്? ഹളറത്ത് ഖാജ ഫരീദുദ്ദീൻ ഗഞ്ചേഷ്കർ അഥവാ പ്രമുഖ സൂഫി വര്യൻ. ഇനി നമുക്ക് വർക്ക് ബുക്ക് വായിക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നെസ്റ്റിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. 1. സുൽത്താനുൽ ഹിന്ദ് ലെറ്റർ ഡി ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. 2. തുർക്കിസ്ഥാനിൽ ജനിച്ചു ലെറ്റർ എ കമാലുദ്ദീൻ കാക്കി. 3. ബാബ ഫരീദുദ്ദീൻ ഖലീഫ ലെറ്റർ ബി ഹളറത്ത് നിസാമുദ്ദീൻ ഔലിയ. 4. ബുഖാറയിൽ നിന്ന് പഞ്ചാബിലെത്തി ലെറ്റർ ഇ ഇസ്മായിൽ ലാഹൂരി. 5. കശ്മീരിൽ മതപ്രബോധനം നടത്തി ലെറ്റർ സി അലി ഇബ്നു ഹസൻ ശിഹാബുൽ ഹമദാനി. ഇത് നോക്കൂ. സെക്കൻഡ് ആക്ടിവിറ്റി നുജീബു ബി കലിമത്തിൻ. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1. ഖാജ മുഈദ് ചിസ്തി റളിയല്ലാഹു അൻഹു ജനിച്ച രാജ്യം ഏത്? ഉത്തരം ഇറാനിലെ സജിസ്ഥാനിൽ. ചോദ്യം 2. കമാലുദ്ദീൻ കാക്കി റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജറ വർഷം. ഹിജറ 633. മൂന്നാമത്തെ ചോദ്യം നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹന്മാർ ഏതു നാട്ടുകാരാണ്? ബുഖാറ. ചോദ്യം 4. ഇസ്മായിൽ ലാഹൂരി റളിയല്ലാഹു അൻഹു ഏതു തരീഖത്തിന്റെ ശൈഖായിരുന്നു? നഖ്ശബന്ദി ത്വരീഖത്ത്. ചോദ്യം 5. അലി ഇബ്നു ഹസൻ ശിഹാബുൽ ഹമദാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന എവിടെ? പാകിസ്ഥാനിൽ. തേർഡ് ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1. ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് എങ്ങനെ? ഉത്തരം കച്ചവടക്കാരിലൂടെയും പ്രബോധന ലക്ഷ്യം വെച്ച് ഇവിടെത്തിയ സ്വഹാബിമാര്, താബിഈകൾ, പണ്ഡിതന്മാർ, സൂഫികൾ, സാദാത്തുക്കൾ എന്നിവരിലൂടെയും ഭരണാധികാരികളുടെയും ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഇസ്ലാമിക പ്രചരണത്തെ ത്വരിതപ്പെടുത്തിയ ഘടകങ്ങൾ ഏതെല്ലാം? ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഏകദൈവ വിശ്വാസം, സാഹോദര്യം, സമത്വം, എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ ഉദാത്തമായ ആശയങ്ങളും ഇസ്ലാമിക പ്രചരണത്തെ ത്വരിതപ്പെടുത്തി. ചോദ്യം 3. ഖുതുബുദ്ദീൻ ഇബ്നു കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ കാക്കി എന്ന പേര് വരാൻ കാരണമെന്ത്?
പ്രാരാബ്ദങ്ങളുമായി തന്നെ സമീപിക്കുന്നവർക്ക് അദ്ദേഹം സ്വർണ്ണ കേക്കുകൾ നൽകാറുണ്ടായിരുന്നു. ഇനി അവസാനത്തെ ആക്ടിവിറ്റി തഖ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ്. ചോദ്യം എന്താണ്? ഇസ്ലാം കേരളത്തിൽ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കി. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരു ഇന്ത്യൻ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണ ഇഞ്ചി ഹദിയയായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം സ്വഹാബികൾക്ക് നൽകി. ഒരു കഷ്ണം എനിക്കും തന്നു. ഒരു കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിച്ചു. ഹാക്കിം 719. ഈ രാജാവ് കേരളീയനാണെന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. കേരളവും അറേബ്യയും തമ്മിൽ പണ്ട് മുതലേ കച്ചവട ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാജാവിൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയതായും പറയപ്പെടുന്നു. മലബാർ ഭരിച്ചൊരു രാജാവ് ഇസ്ലാം സ്വീകരിച്ച് അറേബ്യയിലേക്ക് പോയതായി കേരള ചരിത്രകാരന്മാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ രാജാവ് ചേരമാൻ പെരുമാളാണെന്ന് മാമഴിയായി കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിലെത്തിയെന്നും അതിന് ഭാഗ്യം ലഭിച്ച ദേശം കേരളമാണെന്നും മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് ചരിത്രം മനസ്സിലാക്കി ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകാൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.